टाइगर का हुक्म। ആ വൈറൽ വീഡിയോയിലെ ആ വൈറൽ താരത്തിന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആ ഹോം ഗാർഡിനെ ഒരു പോസിറ്റീവ് ഒരു അഡാർ ഐറ്റം തന്നെയാണ്. വാ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ABC മലയാളം. സാറ് നമസ്കാരം. ABC മലയാളത്തിലോട്ട് നമസ്കാരമുണ്ട്, സുഖമാണ്. സാറിൻ്റെ വീഡിയോ ഭയങ്കര വൈറലാണ്. കാരണം നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. ആ ചെയ്യുന്ന ഒരു ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, ആ ഒരു പ്രൊഫഷണലിസം ഇല്ലേ, അത് എങ്ങനെയാണ് സാർ അത്? ഒന്നാമത്തെ നമുക്ക് ജോലിയോടുള്ള ഒരു താല്പര്യം, പിന്നെ ജോലിയോടുള്ള സ്നേഹം, ഇത് കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോണുണ്ട്. അല്ലാണ്ട് നമ്മളൊരു ഡാൻസ് കളിച്ചിട്ടാൽ പഠിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ 18-ാമത്തെ വയസ്സിൽ അതിർത്തി രക്ഷാസേനയിൽ പോയതാണ്, പട്ടാളത്തിൽ. 20 വർഷത്തോളം നമ്മുടെ ഇന്ത്യയുടെ വിവിധ അതിർത്തികളിൽ ജോലി ചെയ്ത്. കാശ്മീർ, പഞ്ചാബ് ആയിരുന്നു മെയിൻ. അപ്പോൾ ഈ തീവ്രവാദികൾ കൂടുതൽ സമയം നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്ന സമയത്താണ് നമ്മളവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ശരിക്കും ടഫായിട്ടുള്ളൊരു ജോലിയായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജവും മറ്റേ ഞങ്ങളുടെ ട്രെയിനിങ് 24 മണിക്കൂർ അലർട്ട്. നമുക്കൊരു കാരണം എൻ്റെ 20 വർഷം ഞാൻ എൻ്റെ നാടിനെ, എൻ്റെ രാജ്യത്തെ സേവിച്ച്. ഇനി ഉള്ള ശിഷ്ടകാലം എൻ്റെ നാട്ടുകാരെ നമ്മുടെ ജനങ്ങളെ സേവിക്കാം. രാജ്യത്തെയാണ് സേവിച്ചത്. അതാണ് സ്പിരിറ്റ്. കാരണം കിട്ടിയ അവസരം നമ്മൾ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ പലവരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ സർവീസിലായിരുന്നപ്പോൾ അതായിരുന്നു, ഞാൻ ഇതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് ആയിരിക്കുമ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അത് വാചകമായിട്ട് മാറുകയാണ്. ശരിയാണ്. ഒരു ഇപ്പോൾ 180% പേര് ചെയ്യുന്നുണ്ട്, 20% വരെ ചെയ്യാണ്ടുള്ളൂ. നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്ത് ഉപകാരം അവർക്കുണ്ട്, അത് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാണ്ട് എനിക്ക് വലിയ 2 നില വീടുണ്ട്, എനിക്ക് വലിയ സംഗതി ഉണ്ടെന്ന് പറയണതല്ല. നമ്മളെ കൊണ്ട് ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ശരിയാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് കുറേ വണ്ടിക്കാർ വന്നിട്ടില്ലേ, സാറിൻ്റെ ആ ഒരു ആക്ഷനെ കണ്ടിട്ടില്ലേ, ടാറ്റ കൊടുത്ത് ചിരിച്ചിട്ട് പോകുന്നത്. അങ്ങനെ അഭിനന്ദിക്കാനുണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ. അഭിനന്ദിക്കണ തന്നെയല്ല, ജ്യൂസ്, മിഠായി, കാഡ്ബറി, പിന്നെ കേക്ക്, പിന്നെ പെർഫ്യൂം, അതായത് ഈ വേർപ്പിന്റെ മണമൊക്കെ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്, മാസ്ക്, കണ്ണട. ഈ കണ്ണട മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എൻ്റെ ഇത് കണ്ടിട്ട് എനിക്കൊരു കണ്ണടയും ഒരു ഷർട്ടും അവിടെ നിന്ന് പാഴ്സൽ അയച്ചു തന്നു. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ എത്ര ചെറിയ പദവിയായാലും നമുക്ക് പ്രവൃത്തിയിലൂടെ അതിനെ ഉന്നതിയിലാക്കാൻ പറ്റും. കാരണം പോലീസിലെ ഏറ്റവും താഴ്ന്ന ഒരു തസ്തികയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ യൂണിഫോം ഇട്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പട്ടാളത്തിൽ 20 വർഷം യൂണിഫോം ഇട്ടെങ്കിലും എൻ്റെ നാട്ടുകാരിൽ ചിലവർ മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷേ ഈ യൂണിഫോം ഇട്ട് റോഡിലിറങ്ങി കഴിഞ്ഞപ്പോൾ ലോകമുള്ള മലയാളികൾ മൊത്തം അറിയാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ. സ്വകാര്യം ചോദിക്കട്ടെ, എത്ര വയസ്സായി? ഇപ്പം 53. 53 വയസ്സിന് എനർജി ഒന്നുമില്ല. സാറോട് കാണിക്കുന്ന കാര്യം ഞാനൊരു 10 മിനിറ്റ് കാണിച്ചാൽ ഞാൻ കുഴഞ്ഞു വീഴും. കാരണം അത്രയ്ക്ക് എനർജിയാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. കാരണം എല്ലാ വണ്ടിക്കാരൊക്കെ ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.